ഒരു ഒന്നൊന്നര ദിവസമെടുത്ത് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ് ഔഷധ വിലയും അതിലെ പൊള്ളത്തരവും കള്ളത്തരവും കാണാപ്പുറം. 1 കിലോ പഴത്തിൻ്റെ വില വർദ്ധിച്ചാൽ നമുക്കറിയാൻ പറ്റില്ലേ? ഡോക്ടർ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഓറഞ്ചിൻ്റെ വില വർദ്ധിച്ചാൽ നമുക്കറിയാൻ പറ്റും. പക്ഷേ ഔഷധത്തിൻ്റെ വില വർദ്ധിച്ചാൽ എങ്ങനെയാണ് പൊതുജനം അറിയാൻ പോകുന്നത്? അറിയാൻ പറ്റും. പച്ചത്തൊലിയുള്ള ഓറഞ്ച് വേണമോ മഞ്ഞത്തൊലിയുള്ള ഓറഞ്ച് വേണമോ എന്ന് തിരഞ്ഞെടുക്കാനുള്ള അവകാശം ആർക്കുണ്ട്? അത് ഉപയോഗിക്കുന്ന ആൾക്കുണ്ട്. ജയ അരി വേണോ സുലേഖ അരി വേണോ എന്നുള്ളത് തിരഞ്ഞെടുക്കാൻ ആ കൺസ്യൂമറിന് അവകാശം. മരുന്ന് തിരഞ്ഞെടുക്കാനുള്ള അവകാശം കൺസ്യൂമറിനുണ്ടോ? ഇല്ല തന്നെ. മരുന്ന് തിരഞ്ഞെടുക്കാനുള്ള ഔഷധം തിരഞ്ഞെടുക്കാനുള്ള മനുഷ്യൻ്റെ അജ്ഞതയാണ് മരുന്ന് കമ്പനികൾ ചൂഷണം ചെയ്യുന്നത്. ഇത് എത്ര പേർക്ക് അറിയാം? അതുകൊണ്ട് തന്നെയാണ് ഇവിടെ കാലിക പ്രസക്തമായിട്ടുള്ള ഔഷധ വില നിർണ്ണയത്തിലെ കാണാപ്പുറങ്ങൾ എന്ന് പറയുന്ന വിഷയം ഏറെ പ്രാധാന്യം അർഹിക്കും. ഇന്ത്യ രാജ്യത്ത് ഔഷധം ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുള്ളതും ഔഷധം ഇറക്കുമതി ചെയ്തതും ഇന്നോ ഇന്നലെയല്ല, പതിറ്റാണ്ടുകളായിട്ട് നിലനിൽക്കുന്ന ഒരു സംവിധാനം. എന്നാൽ ഔഷധ വിലകളുടെ നിർണ്ണയം എനിക്ക് തോന്നുന്നത് ഇന്ത്യയിൽ ആരംഭിച്ചത് ഇന്ത്യ ചൈന യുദ്ധത്തിൻ്റെ കാലഘട്ടത്തിൽ 1962-63 കാലഘട്ടത്തിലാണ് ഔഷധങ്ങളുടെ വില നിയന്ത്രിക്കണം എന്നൊരു ചിന്തയിലേക്ക് ഗവൺമെൻറ് പോയത്. കാരണം ആ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ആക്റ്റീവ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഗ്രീഡിയൻസ് API എന്ന് പറയുന്ന ഇൻഗ്രീഡിയൻസ് വന്നുകൊണ്ടിരുന്നത് ഏതാണ്ട് 70-72% ഇൻഗ്രീഡിയൻസും വന്നുകൊണ്ടിരുന്നത് ചൈനയിൽ നിന്നാണ്. അപ്പോൾ ആ പശ്ചാത്തലത്തിലാണ് 1955 അവശ്യവസ്തു നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ എസൻഷ്യൽ കമ്മോഡിറ്റീസ് ആക്ടിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് അന്നൊരു കൺട്രോൾ ഓഫ് പ്രൈസ് ഓർഡർ 1970 ഇറക്കി, പേരിനും വേണ്ടി ഇറക്കി. 70 കാലഘട്ടം ഇവിടെ മുബറക് സാനി ചെറുതായിട്ടൊന്ന് സൂചിപ്പിച്ചു പോയി. 1970 ഇന്ത്യൻ പേറ്റൻറ്റ് നിയമം ഇന്ത്യയിൽ വരുന്നത്. ആ പേറ്റൻറ്റ് നിയമത്തിലെ പ്രധാനപ്പെട്ട രണ്ട് ഭാഗങ്ങളാണ്. ഒന്ന് പ്രോസസ് പേറ്റൻറ്റും പ്രോഡക്റ്റ് പേറ്റൻറ്റും. ഒരു വരിയിൽ അദ്ദേഹം അത് പറഞ്ഞു ചുരുക്കിപ്പോയി. 70 ഇന്ത്യൻ പേറ്റൻറ്റ് നിയമം 74 തൊട്ട് 75 വരെ നെഹ്റു ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്തുണ്ടായിരുന്ന ജയശുഖലാൽ ഹാത്തി എന്ന് പറയുന്ന വിരമിച്ച MP, അങ്ങനെയാണല്ലോ പറയുക, MP സ്ഥാനം മാറിക്കഴിഞ്ഞാൽ വിരമിച്ച MP, XM, അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ പഠനം നടത്തിയ ഹാത്തി കമ്മിറ്റിയുടെ റിപ്പോർട്ട്. ഇതിൻ്റെ രണ്ടിൻ്റെയും അടിസ്ഥാനത്തിലാണ് 1979 ഔദ്യോഗികമായിട്ട് ഇന്ത്യ രാജ്യത്ത് ഒരു പരിഷ്കരിച്ച സമ്പൂർണ്ണ വില നിയന്ത്രണ ഉത്തരവ്, ഡ്രഗ് പ്രൈസ് കൺട്രോൾ ഓർഡർ 1979 നിലവിൽ വരും. 347 മരുന്നുകളുടെ വില നിയന്ത്രിച്ചുകൊണ്ടാണ് ആ ഉത്തരവ്. ആ വില നിയന്ത്രണ ഉത്തരവിൻ്റെ ഏറ്റവും മനോഹാരിത എന്ന് പറയുന്നത് ഉൽപ്പാദന ചെലവിൻ്റെ അടിസ്ഥാനത്തിൽ 3 വിഭാഗങ്ങളായി മരുന്നിനെ തിരിച്ച് 40% ലാഭവിഹിതം എടുക്കുന്ന മരുന്നുകൾ, 55% ലാഭവിഹിതം എടുക്കുന്ന മരുന്നുകൾ, 100% ലാഭവിഹിതം എടുക്കുന്ന മരുന്നുകൾ എന്ന് 3 തട്ടായി തിരിച്ചുകൊണ്ടുള്ള ഉൽപ്പാദന ചെലവിൻ്റെ അടിസ്ഥാനത്തിലുള്ള വില നിർണ്ണയമായിരുന്നു 1979 ഇന്ത്യ രാജ്യത്ത് ഡ്രഗ് പ്രൈസ് കൺട്രോൾ ഓർഡർ ആക്ടിലൂടെ നിലവിൽ. 70 പേറ്റൻ്റ് ആക്ടോ പ്രോസസ് പേറ്റൻ്റായി. എന്താ പ്രോസസ് പേറ്റൻറ്റ്? നമുക്കിപ്പോൾ തമ്പാനൂർ പോകണ്ട. ഇവിടുന്ന് ഇറങ്ങി വലത്തോട്ട് തിരിഞ്ഞ് ആ വളവ് തിരിഞ്ഞ് തമ്പാനൂർ പോവാം, ഇടത്തോട്ട് തിരിഞ്ഞ് താഴത്തോട്ട് ഇറങ്ങി തമ്പാനൂർ പോവാം. അല്ലെങ്കിൽ ഒരു 10 എന്ന സംഖ്യ, 5ഉം 5ഉം ചേർത്താൽ 10, 4ഉം 4ഉം 2ഉം ചേർത്താൽ 10, 6ഉം 3ഉം 1ഉം ചേർത്താൽ 10. അപ്പോൾ 10 എന്ന ഒരു പ്രോഡക്റ്റിനെ വിവിധ പ്രോസസ്സുകളിലൂടെ നമുക്ക് ഉൽപ്പാദിപ്പിക്കാം. അങ്ങനെ ഉൽപ്പാദിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് 1970 ശേഷം, 70 മുന്നേ ഇന്ത്യ രാജ്യത്തെ മൾട്ടിനാഷണൽ കമ്പനികളുടെ ഒരു കുത്തകയായിരുന്നു ഇന്ത്യൻ ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. 70 ശേഷം പ്രോസസ് പേറ്റൻറ്റ് വന്നതോടുകൂടി വിവിധ പ്രോസസ്സുകളിലൂടെ മരുന്നുകൾ ഇന്ത്യൻ കമ്പനികൾ ഉൽപ്പാദിപ്പിക്കാനും വിതരണം നടത്താനും തുടങ്ങിയതിൻ്റെ ഭാഗമായി സ്വാഭാവികമായിട്ടും വില നിയന്ത്രണം വന്നു, വില കുറവ് വന്നു. ഇപ്പോൾ അതിൻ്റെ അവസ്ഥയോ? 1970 ശേഷം 87-ലും 95-ലും 2005-ലും ഒക്കെ ഇന്ത്യൻ പേറ്റൻറ്റ് ആക്ടിൻ്റെ പല ഘട്ടങ്ങളിലായി ഭേദഗതി വരുത്തി. 2005 UPA ഗവൺമെൻറ് അധികാരത്തിലിരിക്കുമ്പോഴാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഭേദഗതി നടത്തുന്നത്. പ്രോസസ് പേറ്റൻറ്റ് മാറ്റി പ്രോഡക്റ്റ് പേറ്റൻ്റായി, ഉൽപ്പന്ന പേറ്റൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ഈ മഞ്ഞ കളറുള്ള ഓറഞ്ചാണ് ഉൽപ്പാദിപ്പിക്കുന്നതെങ്കിൽ മഞ്ഞ കളറുള്ള ഓറഞ്ചിനാണ് പേറ്റൻറ്റ്. അത് വ്യത്യസ്ത പ്രോസസ്സിലൂടെ നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ പറ്റില്ല. ആ കമ്പനിക്ക് പേറ്റൻറ്റ് കാലാവധി 7 വർഷം ഉണ്ടായിരുന്നത് 20 വർഷം വരെ ദീർഘിപ്പിച്ചു കൊടുത്തു. അപ്പോൾ 20 വർഷക്കാലം ആ പ്രോഡക്റ്റ് ആ കമ്പനിക്ക് മാത്രമേ ഉൽപ്പാദിപ്പിച്ച് രാജ്യത്ത് വിതരണം ചെയ്യാൻ പറ്റുള്ളൂ. ആ അവസ്ഥയിലേക്ക് UPA ഗവൺമെൻറ് ഇന്ത്യൻ പേറ്റൻറ്റ് നിയമം ഭേദഗതി ചെയ്തു. എന്നാൽ ആ സമയത്ത്
ഇടതുപക്ഷത്തിൻ്റെ നിർണായകമായ ഒരു 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 റോൾ ഇന്ത്യൻ പാർലമെൻറ്റിന് ഉണ്ടായതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന നിർബന്ധിത ലൈസൻസിങ്ങും അതുപോലെ തന്നെ സെക്ഷൻ 3Dയും അതുപോലെ തന്നെ പ്രീ ഗ്രാൻഡ് ഓപ്പോസിഷൻ പേറ്റൻറ്റ്, ഈ 3 സംഭവങ്ങൾ നമുക്ക് ഇന്ത്യൻ പേറ്റൻറ്റ് ആക്ടിനകത്ത് നിലനിർത്താൻ വേണ്ടി നമുക്ക് സാധിച്ചു എന്നുള്ളതാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നും ഒരു പരിധിവരെയെങ്കിലും നാം വില നിയന്ത്രണം നമുക്ക് പിടിച്ചു നിർത്താൻ വേണ്ടി ഇന്ത്യ രാജ്യത്ത് കഴിയുന്നത്. അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് 1970 ഇന്ത്യൻ പേറ്റൻറ്റ് ആക്ടും 79 DPCOയുടെ ഭാഗമായിട്ടാണ് ഇന്ത്യ വികസ്വര രാജ്യങ്ങളുടെ ഫാർമസി എന്ന വിളിപ്പേരിന് അർഹയായി. കാരണം എന്താ, ഇന്ത്യൻ കമ്പനികൾ ധാരാളം ഉൽപ്പാദനം നടത്താൻ തുടങ്ങി, ഇന്ത്യൻ കമ്പനികൾ തഴച്ചു വളരാൻ തുടങ്ങി, ഇന്ത്യൻ കമ്പനികൾ ഉൽപ്പാദിപ്പിക്കുന്ന മരുന്നുകൾ വിദേശ രാജ്യങ്ങളിലടക്കം കയറ്റുമതി ചെയ്യുന്ന ഒരു സാഹചര്യം ഇന്ത്യ രാജ്യത്തിലുണ്ടായി. അതിനൊക്കെ പ്രധാനമായത് ഇന്ത്യയിലെ പൊതുമേഖലാ ഔഷധ നിർമ്മാണ കമ്പനികളുടെ ആവിർഭാവത്തോടു കൂടിയാണ്. IDPL എന്ന് പറയുന്ന ഇന്ത്യൻ ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽ ലിമിറ്റഡ്, HAL എന്ന് പറയുന്ന ഹിന്ദുസ്ഥാൻ ആൻറ്റിബയോട്ടിക്സ് ലിമിറ്റഡ്, രാജസ്ഥാനിലെ രാജസ്ഥാൻ ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽ ലിമിറ്റഡ്, ബംഗാൾ കെമിക്കൽസ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽ ലിമിറ്റഡ്, കർണാടകത്തിലെ കർണാടക ആൻറ്റിബയോട്ടിക്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽ ലിമിറ്റഡ്, ഇങ്ങനെ 5 പൊതുമേഖലാ ഔഷധ നിർമ്മാണ കമ്പനികളിലൂടെ ഉൽപ്പാദിപ്പൻ വർധന വന്നു. അങ്ങനെ ഉൽപ്പാദിപ്പിക്കുന്ന മരുന്നുകളുടെ കയറ്റുമതി മറ്റു രാജ്യങ്ങളിലേക്ക് യഥേഷ്ടം നടത്തിക്കൊണ്ടിരുന്ന ഒരു രാജ്യമായി ഇന്ത്യ രാജ്യം മാറി. പിന്നീട് സംഭവിച്ചത് എന്താ, 70 ശേഷം ഇന്ത്യയുടെ പേറ്റൻറ്റ് ആക്ടിൽ ഭേദഗതി വരുത്തി, 95-ലും 2005-ലൊക്കെ ഭേദഗതി വരുത്തിയതോടുകൂടി വിദേശ രാജ്യങ്ങളിലുള്ള മൾട്ടിനാഷണൽ കമ്പനികൾ ഉൽപ്പാദിപ്പിക്കുന്ന വിദേശ നിർമ്മിത മരുന്നുകൾ യഥേഷ്ടം ഇന്ത്യ രാജ്യത്തേക്ക് കടന്നു വരാനുള്ള ഒരു സാഹചര്യം ഇന്ത്യ രാജ്യത്തുണ്ടായി. സ്വാഭാവികമായിട്ടും വിദേശ രാജ്യങ്ങളുടെ മരുന്നുകളുടെ വില വർധനവിൽ തന്നെ ഉണ്ടാവും, വില വർദ്ധിച്ചു തന്നെയിരിക്കും. ആ വർദ്ധിച്ച വിലയുള്ള മരുന്നുകൾ ഇന്ത്യ രാജ്യത്ത് യഥേഷ്ടം വിൽറ്റയിക്കാനുള്ള ഒരു 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 പ്ലാറ്റ്ഫോം ഇന്ത്യ രാജ്യത്ത് സംജാതമായി എന്നാണ് 2005 ശേഷം നാം കാണുന്ന ഒരു പ്രത്യേകത. 79 ഡ്രഗ് പ്രൈസ് കൺട്രോൾ ആക്ടിൻ്റെ പരിധിയിൽ 347 മരുന്നുകളുണ്ടായി. ഔഷധ നിർമ്മാണ കമ്പനികൾ ബഹുമിടുക്കന്മാരാണ്, വളരെ മിടുക്കന്മാരാണ്. അവരെന്ത് ചെയ്തു, 347 മരുന്നുകൾ ഘട്ടം ഘട്ടമായി ഉൽപ്പാദനം കുറച്ചു. 87 ആയപ്പോഴത്തേക്ക് 174 മരുന്നായി. 347 174 മരുന്നേ ഉൽപ്പാദിപ്പിക്കുള്ളൂ. 2002 ആയപ്പോഴത്തേക്കും 74 നിന്നും 24 മരുന്നുകളായി ചുരുങ്ങി. 2002 ആയപ്പോഴത്തേക്കും അങ്ങനെ 24 മരുന്നായപ്പോഴത്തേക്കാണ് പൊതുജനാരോഗ്യ സംരക്ഷണത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഐഡാൻ എന്ന് പറയുന്ന സംഘടന, ഓൾ ഇന്ത്യ ഡ്രഗ് ആക്ഷൻ നെറ്റ്വർക്ക് എന്ന് പറയുന്ന സംഘടന സുപ്രീം കോടതിയെ സമീപിച്ചു. 79 ഡ്രഗ് പ്രൈസ് കൺട്രോൾ ഓർഡർ ആക്ട് പ്രകാരമുള്ള 347 മരുന്നുകളുടെ ഉൽപ്പാദനം മരുന്ന് കമ്പനികൾ നിർത്തിക്കൊണ്ടിരുന്നു. ഇപ്പോൾ 24 മരുന്നായി ചുരുങ്ങി. അടിയന്തരമായിട്ടും എന്ത് ചെയ്യണം, സുപ്രീം കോടതി ഇടപെടണം. സുപ്രീം കോടതി എന്ത് ചെയ്തു, 2002 കിട്ടിയ പരാതി ആ ഫയലൊന്ന് മറിച്ചു നോക്കാൻ 8 വർഷമെടുത്തു സുപ്രീം കോടതി. നിങ്ങൾ ആലോചിച്ച് നോക്കണം, സിനിമാ നടൻ ദിലീപിൻ്റെ കേസ് സുപ്രീം കോടതി എത്തുമ്പോൾ രാത്രിക്ക് രാത്രി ബെഞ്ച് കൂടിയ കോടതിയാണ് സുപ്രീം കോടതി. രാജ്യത്തെ ജനങ്ങളുടെ പൊതുജനാരോഗ്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി, അവരുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഔഷധങ്ങളുടെ കാര്യത്തിൽ സുപ്രീം കോടതി ആ ഫയലൊന്നും മറിച്ചു നോക്കാൻ എടുത്ത കാലയളവെന്ന് പറയുന്നത് 8 വർഷമാണ് പ്രിയമുള്ളവരെ. 2010 ആ ഫയലൊന്ന് മറിച്ചു നോക്കി സുപ്രീം കോടതി കേന്ദ്ര സർക്കാരിന് ഉത്തരവിട്ടു, അടിയന്തരമായും ഈ വിഷയം പരിഗണിച്ച് ഇതിൻ്റെ മേളിലുള്ള അഭിപ്രായം സുപ്രീം കോടതിയെ അറിയിക്കാൻ പറഞ്ഞു. അങ്ങനെയാണ് 2011 348 മരുന്നുകളുടെ ഒരു ലിസ്റ്റ് തയ്യാറാക്കി വില നിയന്ത്രണം എന്ന ഓമന പേരിൽ നാഷണൽ ലിസ്റ്റ് ഓഫ് എസൻഷ്യൽ മെഡിസിൻ എന്ന് പറയുന്ന NLEM പ്രോഡക്ട്സ് എന്ന് പറയുന്ന 348 മരുന്നുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ലിസ്റ്റ് സുപ്രീം കോടതിക്ക് കൈമാറി. എന്താ NLEM യഥാർത്ഥത്തിൽ? ഒറ്റ എക്സാമ്പിളേ ഞാൻ പറയുന്നുള്ളൂ, സമയത്തിൻ്റെ പരിമിതി ഉള്ളതുകൊണ്ട് ഒരേ ഒരു എക്സാമ്പിൾ. പാരസെറ്റമോൾ, പനിക്ക് വേണ്ടി നമ്മൾ കൊടുക്കുന്ന മരുന്ന്. പാരസെറ്റമോളിൻ്റെ ബ്രാൻഡുകളൊക്കെ നമുക്കറിയാമല്ലോ, ഡോളോ ഉണ്ട്, കാൽപോളുണ്ട്, നമ്മൾ പലരും വാങ്ങിക്കുന്നവരാണ്. ഡോളോ 500 മില്ലിഗ്രാമാണോ വാങ്ങിക്കുന്നത്, 650 മില്ലിഗ്രാമാണോ നമ്മൾ വാങ്ങിക്കാറ്? ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഡോക്ടർമാർ എഴുതിക്കൊണ്ടിരിക്കുന്നത് എനിക്ക് തോന്നുന്നത് അൽത്താഫ് സാർ 650 അല്ലേ, ഡോളോ 650 അല്ലേ എഴുതിക്കൊണ്ടിരിക്കുന്നത്. ഔഷധങ്ങളുടെ വില നിയന്ത്രിച്ചപ്പോൾ പാരസെറ്റമോൾ 500 മില്ലിഗ്രാം ടാബ്ലറ്റ് വില നിയന്ത്രണത്തിൽ കൊണ്ടുവന്നു. കുട്ടികൾക്ക് കൊടുക്കുന്ന സിറപ്പ് 125 മില്ലിഗ്രാമിൻ്റെ സിറപ്പിന് എന്ത് ചെയ്തു, വില നിയന്ത്രണം കൊണ്ടുവന്നു. ആൻറ്റിബയോട്ടിക് അമോക്സിസിലിൻ ക്ലാവുലാനിക് ആസിഡ് എന്ന് പറയുന്ന ആൻറ്റിബയോട്ടിക് മിശ്രിതമുണ്ട്, അതിൻ്റെ 30 ml പാക്കിനാണ് വില നിയന്ത്രണം, 30 ml പാക്കിന്. ഔഷധ കമ്പനികൾ എന്ത് ചെയ്താൽ തുടങ്ങി, ഔഷധ കമ്പനികൾ പാരസെറ്റമോൾ 500 മില്ലിഗ്രാം ടാബ്ലറ്റ് ഡോക്ടർമാരുടെ ഇടയിൽ പനിക്ക് വേണ്ടി പ്രൊമോട്ട് ചെയ്യുന്നത് നിർത്തി 650 മില്ലിഗ്രാം പ്രൊമോട്ട് ചെയ്യാൻ തുടങ്ങി.
അമോക്സിസിലിൻ ക്ലാവുലാനിക് ആസിഡിൻ്റെ 30 ml പാക്ക് മാർക്കറ്റ് ചെയ്യുന്ന കമ്പനികൾ 30 ml പാക്കിൻ്റെ പ്രൊഡക്ഷൻ നിർത്തി 60 ml പാക്ക് പ്രൊമോട്ട് ചെയ്യാൻ തുടങ്ങി. നാഷണൽ ലിസ്റ്റ് ഓഫ് എസൻഷ്യൽ മെഡിസിൻ കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിക്ക് സമർപ്പിച്ചപ്പോൾ തന്നെ അതിനകത്ത് ഔഷധ നിർമ്മാണ കമ്പനികൾക്ക് വ്യതിയാനം വരുത്തുന്നതിനുള്ള ലൂപ്പ് ഹോൾസും ഇട്ടുകൊണ്ടാണ് ഔഷധ വില നിയന്ത്രണം കൊണ്ടുവന്നത്. എന്താ ഇതിൻ്റെ രഹസ്യം? ഇതിൻ്റെ രഹസ്യം എന്ന് പറയുന്നത്, ഇന്ത്യ രാജ്യത്ത് ആയുധ വ്യവസായം, വെപ്പൺ ഇൻഡസ്ട്രി കഴിഞ്ഞാൽ ദ സെക്കൻഡ് ലാർജസ്റ്റ് പ്രോഫിറ്റ് മേക്കിംഗ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രിയാണ്. അതും കേന്ദ്ര ഗവൺമെൻറ് തമ്മിലുള്ള ബന്ധം എന്താ? അതും കേന്ദ്ര ഗവൺമെൻറ്റും തമ്മിലുള്ള ബന്ധമാണ് 2019-2023 കാലഘട്ടത്തിൽ നമ്മളെല്ലാം പത്രദൃശ്യ മാധ്യമങ്ങളിൽ കണ്ട 1368 കോടി രൂപയുടെ ഇലക്ട്രൽ ബോണ്ട് ഔഷധ നിർമ്മാണ കമ്പനികളാണ് കൊടുത്തത്. കേന്ദ്ര ഗവൺമെൻറ്റിന് ഔഷധ നിർമ്മാണ കമ്പനികൾ കൊടുത്തത് 1368 കോടി രൂപ. ഞാൻ ചോദിക്കട്ടെ, ഔഷധ കമ്പനികളിൽ നിന്നും പണം പറ്റിയ കേന്ദ്ര ഗവൺമെൻറ് അവരുടെ താല്പര്യത്തിന് വഴങ്ങുകയല്ലാതെ ഈ പറയുന്ന ഇന്ത്യയിലെ 149 കോടി ജനങ്ങളുടെ ഔഷധ പരിരക്ഷയ്ക്കോ ആരോഗ്യ പരിരക്ഷയ്ക്കോ വേണ്ടി നിലനിൽക്കുമോ? ആ രാഷ്ട്രീയമാണ് നാം തിരിച്ചറിയേണ്ടത്. പോട്ടെ, 348 മരുന്നുകൾ നാഷണൽ ലിസ്റ്റ് ഓഫ് എസൻഷ്യൽ ഡ്രഗ്സ് എന്ന രീതിയിൽ സുപ്രീം കോടതിയിൽ സമർപ്പിച്ചു. ഇന്ത്യ രാജ്യത്ത് ഇതിൽ പ്രാബല്യത്തിൽ വന്നു. അതിൻ്റെ കൂടെ ഒരു വരിയും കൂടെ ചേർത്ത്, നേരത്തെ പ്രൊഡക്ഷൻ കോസ്റ്റിൻ്റെ മുകളിലാണ്, ഞാൻ പറഞ്ഞല്ലോ 979 DPCOയിൽ ഉൽപ്പാദന ചെലവിൻ്റെ അടിസ്ഥാനത്തിലാണ് വില നിർണ്ണയിച്ചിരുന്നെങ്കിൽ 2013 ഡ്രഗ് പോളിസിക്കകത്ത് കേന്ദ്ര ഗവൺമെൻറ് വെള്ളം ചേർത്തിട്ട് ഒരു വരി കൂടെ എഴുതി ചേർത്തു. എന്താ വരി എഴുതി ചേർത്ത്? ഇനി തൊട്ട് ഉൽപ്പാദന ചെലവിൻ്റെ അടിസ്ഥാനത്തിൽ വില നിർണ്ണയിക്കേണ്ടതായിട്ടില്ല. വില നിശ്ചയിക്കാനുള്ള അവകാശം മാർക്കറ്റിന് വിട്ടുകൊടുക്കുക. ഏതെങ്കിലും ഒരു പ്രത്യേക മോളിക്യൂളിൻ്റെ വിവിധ ബ്രാൻഡുകളുടെ വില നിർണ്ണയിക്കണമെങ്കിൽ മാർക്കറ്റ് ഷെയർ 1% കൂടുതലുള്ള ബ്രാൻഡുകളുടെ വിലയും എടുക്കും. അതിൻ്റെ ആവറേജ് വിലയായിരിക്കും സീലിംഗ് പ്രൈസായിട്ട് വയ്ക്കുക. സ്വാഭാവികമായിട്ടും മത്സരാധിഷ്ഠിതമായിട്ടുള്ള മാർക്കറ്റിനകത്ത് ഏറ്റവും കൂടുതൽ വിലയുള്ള മരുന്നെന്ന് പറയുന്നത് മൾട്ടിനാഷണൽ കമ്പനികളുടെയും ബഹുരാഷ്ട്ര കുത്തക കമ്പനികളുടെയും ഇന്ത്യൻ കുത്തക കമ്പനികളുടേതും തന്നെയായിരിക്കും. അപ്പോൾ നേരത്തെ പ്രൊഡക്ഷൻ കോസ്റ്റിൽ വില നിശ്ചയിച്ചുകൊണ്ടിരുന്ന സംവിധാനം മാറ്റി മാർക്കറ്റിന് വിട്ടുകൊടുത്തുകൊണ്ട് എങ്ങനെയാണോ 2ാം UPA ഗവൺമെൻറ് പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില നിയന്ത്രണ അധികാരത്തിൽ നിന്നും സ്വയം പിന്നാക്കം പോയി പെട്രോളിയം ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനികൾക്ക് വിട്ടുകൊടുത്തത്, സമാനമായ രീതിയിൽ കേന്ദ്ര ഗവൺമെൻറ് എന്ത് ചെയ്തു? ഔഷധങ്ങളുടെ, രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന ഔഷധങ്ങളുടെ വില നിശ്ചയിക്കാനും നിർണ്ണയിക്കാനും നിയന്ത്രിക്കാനും സർവാധികാരമുണ്ടായിരുന്ന NPPA എന്ന് പറയുന്ന കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സ്ഥാപനത്തെ നോക്കുകുത്തിയാക്കി മാറ്റിക്കൊണ്ട് മാർക്കറ്റിന് വിട്ടുകൊടുക്കുന്ന സാഹചര്യമാണ് വില നിയന്ത്രണത്തിൻ്റെയും നിശ്ചയിക്കുന്നതിൻ്റെയും കാര്യത്തിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സമീപനം. ഇതിൻ്റെ മുകളിലാണ് ഇപ്പോൾ നികുതി. മരുന്നെന്തിനാണ് നമ്മൾ വാങ്ങിക്കുന്നത്? രോഗം വന്നതല്ലേ? നമ്മൾ ആഗ്രഹിച്ചിട്ടാണോ രോഗം വരുന്നത്? നമ്മൾ ആഗ്രഹിക്കാതെ വരുന്ന ഒരു രോഗത്തിന് നാം നികുതി കൊടുക്കേണ്ട അവസ്ഥയാണ്. ഇപ്പോൾ കെട്ടിടം പണിതാൽ നികുതി കൊടുക്കുന്ന കാര്യം നമുക്കറിയാം, വാഹനം വാങ്ങിച്ചാൽ നികുതി കൊടുക്കുന്ന കാര്യം നമുക്കറിയാം, വസ്തു വാങ്ങിച്ചാൽ നികുതി കൊടുക്കുന്ന കാര്യം നമുക്കറിയാം. പക്ഷേ ഞാൻ ആഗ്രഹിക്കാതെ എനിക്ക് വരുന്ന രോഗത്തിനെ ചികിത്സിക്കാൻ നികുതി കൊടുക്കേണ്ട ഒരവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ആ നികുതി നേരത്തെ എത്രയായിരുന്നു? നേരത്തെ 5% എല്ലാ ഔഷധങ്ങളുടെയും നികുതി എന്ന് പറയുന്നത് വാറ്റ്, വാല്യൂ ആഡഡ് ടാക്സ് എന്ന് പറയുന്ന വാറ്റായിരുന്നു. ഇപ്പോഴോ 2017 ഒരു രാജ്യം, ഒരു ഭരണഘടന, ഒരു നികുതി എന്ന സങ്കല്പം കൊണ്ടുവന്ന നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ് GST കൊണ്ടുവന്നതിലൂടെ 0 മുതൽ 18% വരെയാണ് ഔഷധങ്ങളുടെ നികുതി. 0% മുതൽ 18% വരെ GST ഔഷധങ്ങളുടെ മേൽ ചുമത്തിയപ്പോൾ അതിനെതിരായിട്ട് ഇന്ത്യയിൽ ആദ്യമായി പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിച്ചൊരു സംഘടനയാണ് FMRAയും KMSRAയും. അതിൻ്റെ ഭാഗമായി 4 മാസം മുന്നേ കഴിഞ്ഞ ഡിസംബർ മാസത്തിൽ 36 മരുന്നുകളുടെ GST 0%. 36 മരുന്നുകളെന്ന് പറഞ്ഞാൽ ഇന്ത്യ രാജ്യത്തെ ഒരു വർഷത്തെ ഔഷധ മേഖലയിലെ ടേൺ ഓവർ എന്ന് പറയുന്നത്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 4.27 ലക്ഷം കോടിയാണ്. 4.27 ലക്ഷം കോടി രൂപ വിലമതിക്കുന്ന ഔഷധ നിർമ്മാണ മാർക്കറ്റിൽ കേവലം 36 മരുന്നുകളുടെ നികുതി GST ആണ് 0% വെച്ചിരിക്കുന്നത്. അത് തന്നെ ഇന്ത്യയിലെ ഡൊമസ്റ്റിക് മാർക്കറ്റിൽ 2.25 ലക്ഷം കോടി രൂപയുടെ മരുന്നുകൾ വിപണനം നടത്തുന്നു. ഏതാ ഈ 0% മരുന്നുകൾ? നമ്മുടെ നാട്ടിലെ സ്ത്രീകൾ, വനിതകൾ ഗർഭവതികളാകാതിരിക്കാൻ കൊടുക്കുന്ന ഓറൽ കോൺട്രസെപ്റ്റീവ് ഗുളികകളുടെ GST 0%. പിന്നെയോ
മെഡിക്കൽ കോളേജ് ICUയിൽ മരണത്തോട് മല്ലിട്ട് കിടക്കുന്ന രോഗിക്ക് കൊടുക്കേണ്ടുന്ന ഇമീപ്പനം, മെറോപ്പനം, പിപ്രാസിൽ ടാസാബാക്ടം എന്ന് പറയുന്ന ലൈഫ് സേവിങ് ഇഞ്ചക്ഷൻ്റെ GST 12%. ആലോചിച്ച് നോക്ക്. നേരത്തെ ഈ ലൈഫ് സേവിങ് ഇഞ്ചക്ഷൻ അടക്കം നികുതി 5% മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ത്യ രാജ്യത്ത് GST കൊണ്ടുവരുന്നതിലൂടെ ഇന്ത്യയിലെ മുഴുവൻ കമ്മോഡിറ്റീസിൻ്റെയും വില കുറയുമെന്ന് പ്രഖ്യാപിച്ച ഇന്ത്യയുടെ പ്രധാനമന്ത്രി പാർലമെൻറ്റിൽ ഈ ചോദ്യത്തിന് മിണ്ടാട്ടമില്ല. GST വന്നതോടുകൂടി ഇന്ത്യ രാജ്യത്തെ ഔഷധങ്ങളുടെ വില ഓരോ ബാച്ചിലും കൂടിക്കൊണ്ടേയിരിക്കുക, ഓരോ ബാച്ചിലും. ഇതിനെല്ലാം പുറമെയാണ് എക്സൈസ് ഡ്യൂട്ടി. ഇന്ത്യയിലെ എല്ലാ കമ്മോഡിറ്റീസിനും എക്സൈസ് ഡ്യൂട്ടി ഈടാക്കുന്നത് പ്രൊഡക്ഷൻ കോസ്റ്റിനാണ്, ഉൽപ്പാദന ചെലവ്. ഈ എക്സൈസ് ഡ്യൂട്ടി എന്ന് പറയുന്നത് നേരിട്ട് കേന്ദ്രം കൊണ്ടുപോകുന്ന, സംസ്ഥാനങ്ങൾക്ക് വിഹിതം വെച്ച് കൊടുക്കേണ്ട കാര്യം. ഇവിടെ ഔഷധങ്ങളുടെ എക്സൈസ് ഡ്യൂട്ടി ഈടാക്കുന്നത് MRPയിലാണ്. MRP ഔഷധ കമ്പനി എത്ര വേണേലും കൂട്ടി വെച്ചോട്ട്, എത്ര വേണേലും കൂട്ടി വെച്ച് കഴിഞ്ഞാൽ കൂട്ടിവെക്കുന്ന MRPക്ക് അനുസൃതമായിട്ടാണ് എക്സൈസ് ഡ്യൂട്ടി ആർക്ക് കിട്ടുന്നത്? കേന്ദ്രത്തിന് കിട്ടുന്നത്. അപ്പം കേന്ദ്ര ഗവൺമെൻറ്റും ഔഷധ നിർമ്മാണ കമ്പനികളും തമ്മിലുള്ള ഒരു നെക്സസാണ് ഔഷധ വിലയുടെ കാര്യത്തിലും അതിൻ്റെ കാണാപ്പുറങ്ങളിൽ കളിക്കുന്നത് എന്ന യാഥാർത്ഥ്യം നാം ഉൾക്കൊണ്ടേതാക്കുന്നു. ഞാൻ ചുരുക്കുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമാണ് ഇപ്പം നമ്മുടെ നാട്ടുകളിൽ കൂണുപോലെ തഴച്ചു വളരുകയാണ് ജനൌഷധി കേന്ദ്രം. ജനൌഷധി എന്ന് പറയുന്നത് തത്വത്തിൽ നല്ല സങ്കല്പമാണ്. ഇന്ത്യ രാജ്യത്ത് ജനൌഷധി എന്ന് പറയുന്ന സങ്കല്പം ഇന്ത്യ രാജ്യത്ത് കൊണ്ടുവരുന്നത് ശ്രീമാൻ മൻമോഹൻ സിംഗാണ് 2008. 2008 ഇടതുപക്ഷ MPമാരുടെ പിന്തുണയോടുകൂടി ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഇന്ത്യയിലെ 5 പൊതുമേഖലാ ഔഷധ നിർമ്മാണ കമ്പനികളുടെ ഒരു കൺസോർഷ്യം രൂപീകരിച്ച് പെട്രോളിയം ആൻഡ് കെമിക്കൽസ് മിനിസ്ട്രിയും അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഫാർമസ്യൂട്ടിക്കലും ചേർന്നുകൊണ്ട് ബ്യൂറോ ഓഫ് പബ്ലിക് ഫാർമസ്യൂട്ടിക്കൽ യൂണിറ്റ്സ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന BPPI എന്ന് പറയുന്ന ഒരു യൂണിറ്റ്, ഒരു കൺസോർഷ്യം രൂപീകരിച്ച് ആ കൺസോർഷ്യത്തിൻ്റെ കീഴിൽ ഔഷധങ്ങൾ പ്രൊഡ്യൂസ് ചെയ്ത് നിർമ്മിച്ച് കേന്ദ്ര ഗവൺമെൻറ് സംഭരിച്ച് ജനൌഷധി കേന്ദ്രങ്ങളുടെ കുറഞ്ഞ വിലയ്ക്ക് വിൽക്കുക എന്നുള്ളതായിരുന്നു സങ്കല്പം. ഇന്നിപ്പോൾ എവിടെ എത്തി? ആ സങ്കല്പം തന്നെ അട്ടിമറിക്കപ്പെട്ടു. ഇന്ന് ഔഷധ നിർമ്മാണ കമ്പനികളായിട്ടുള്ള IDPL പൂട്ടി, HAL പൂട്ടി, RDPL പൂട്ടി. ബംഗാൾ കെമിക്കൽസിൻ്റെ കുറച്ച് പ്രൊഡക്ഷൻ മാത്രമേ ഉള്ളൂ. കർണാടക ആൻറ്റിബയോട്ടിക്സ് ആൻഡ് പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ KAPLൻ്റെ 52% ഓഹരിയും പ്രൈവറ്റൈസ് ചെയ്തു. അപ്പോൾ ഒരു ഭാഗത്ത് കുറഞ്ഞ വിലയ്ക്ക് ഔഷധങ്ങൾ ജനൌഷധി കേന്ദ്രങ്ങളുടെ വിൽപ്പന നടത്തുമെന്ന് പ്രഖ്യാപിക്കുകയും മറുഭാഗത്ത് ആ സങ്കല്പം തന്നെ അട്ടിമറിച്ചുകൊണ്ട് പൊതുമേഖലാ ഔഷധ നിർമ്മാണ കമ്പനികളെ ഇല്ലാതാക്കുകയും ചെയ്യുന്ന സമീപനം. അതിൻ്റെ രാഷ്ട്രീയം നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോൾ വന്നെത്തി നിൽക്കുന്നത് എന്താ? ജനൌഷധി കേന്ദ്രങ്ങൾ. 2014 അധികാരത്തിലേറിയ നരേന്ദ്രമോദി ഗവൺമെൻറ് ആദ്യം ചെയ്തത് ജനൌഷധി കേന്ദ്രത്തിൻ്റെ പേരങ്ങ് മാറ്റുക. ജനൌഷധി കേന്ദ്രത്തിൻ്റെ പേര് 2015 മാറ്റി പ്രധാനമന്ത്രി ജനൌഷധി യോജന എന്നാക്കി മാറ്റി. 2017 ആയപ്പോഴത്തേക്കും പ്രധാനമന്ത്രി ജനൌഷധി യോജന എന്നുള്ളത് മാറ്റി പ്രധാനമന്ത്രി ഭാരതീയ ജനൌഷധി പരിയോജനയാക്കി. അതുകൊണ്ട് ഇപ്പം എന്താ പ്രശ്നം? ഒരു പ്രശ്നവുമില്ല, പക്ഷേ ചെറിയ പ്രശ്നമേ ഉള്ളൂ. നേരത്തെ അൽതാഫ് സാർ സംസാരിച്ചപ്പോൾ ഒരു കാര്യം പറഞ്ഞു. ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 21 മൗലികാവകാശങ്ങളിൽപ്പെട്ട 21 നമ്മുടെ ആരോഗ്യവും ഔഷധവും എല്ലാം അതിൽ ഉൾപ്പെടും അല്ലേ? ജീവിക്കാനുള്ള അവകാശം. ഇന്ത്യ രാജ്യത്തെ ജനങ്ങളുടെ ആരോഗ്യ പരിരക്ഷയ്ക്ക് ഉപയോഗിക്കുന്ന മരുന്നുകളെ പോലും രാഷ്ട്രീയവൽക്കരിക്കുന്ന രാഷ്ട്രീയ പാപ്പരത്വമാണ് ഇന്ത്യയിൽ കണ്ടത്. പ്രധാനമന്ത്രി ഭാരതീയ ജനൌഷധി പരിയോജന എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഷോർട്ട് ഫോം എന്ന് പറയുന്നത് പ്രധാനമന്ത്രിയുടെ PM-ഉം ഭാരതീയത്തിൻ്റെ B-യും ജനത്തിൻ്റെ J-യും പരിയോജനയുടെ P-യും PMBJP. അവിടെ കൊണ്ടും ഗവൺമെൻറ് നിർത്തിയില്ല. നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ആൻഡ്രോയിഡ് മൊബൈൽ ഫോണിലുള്ള വെറുതെ ജനൌഷധി നടിച്ചാൽ മതി, അതിൽ തെളിഞ്ഞു വരും. ഓരോ സ്ട്രിപ്പിനകത്തും ഓരോ കാർട്ടനകത്തും PMBJP എന്ന് ഇംഗ്ലീഷിലും PM ഭാജപ എന്ന് ഹിന്ദിയിലും കാവി നിറത്തിൽ വെണ്ടക്ക അക്ഷരത്തിൽ പതിപ്പിച്ചിരിക്കുന്നു. എങ്ങനെയാണ് ഒരു മൗലിക അവകാശത്തെ രാഷ്ട്രീയവൽക്കരിക്കുന്നത് എന്നതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് പ്രധാനമന്ത്രി ഭാരതീയ ജനൌഷധി പരിയോജനയിലൂടെ നമ്മുടെ പ്രധാനമന്ത്രി നമുക്ക് കാട്ടിത്തന്നിരിക്കുന്നത്. ഇതും പോരാഞ്ഞാണ് കഴിഞ്ഞ വർഷം ജനുവരി മാസം 8-ാം തീയതി നമുക്ക് കിട്ടിയിരിക്കുന്ന പണി. എല്ലാ 8-ാം തീയതിയാണല്ലോ 8-ൻ്റെ പണി കിട്ടുന്നത് അല്ലേ? 2016 ഒരു 8-ൻ്റെ പണി കിട്ടി. നവംബർ മാസം 8-ാം തീയതി നോട്ട് നിരോധനം. 2024 ജനുവരി മാസം 8-ാം തീയതി ഇന്ത്യയുടെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിട്ടുള്ള അമിത്ഷാ ഒരു പ്രഖ്യാപനം നടത്തി. അതുകൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. എന്താ പ്രഖ്യാപനം? അതിന് തൊട്ട് മുന്നേ 2023 സ്വാതന്ത്ര്യദിന പ്രഖ്യാപനത്തിൽ പ്രധാനമന്ത്രി മറ്റൊരു പ്രഖ്യാപനം, അതും രണ്ടും കൂടെ ചേർത്ത് വായിക്കണം എന്നല്ലേ ശരിയാവും. ആ പ്രഖ്യാപനം എന്ന് പറയുന്നത് വിത്ത് ഇമ്മീഡിയറ്റ് എഫക്ട്സ് മൈ ഗവൺമെൻറ് ഈസ് ഗോയിങ് ടു ഓപ്പറേറ്റ് 35,000 ജനൌഷധി കേന്ദ്രാസ് അക്രോസ് ദ കൺട്രി. ഇതാണ് വാചകം.
35,000 ജനൌഷധി കേന്ദ്രങ്ങൾ ഇന്ത്യ രാജ്യത്തിൽ മുക്കിലും മൂലയിലും തുറക്കാൻ പോകുന്നു. ഇപ്പോൾ എത്രയുണ്ട്? ഞാൻ വെറുതെ മൊബൈലിൽ നോക്കിയായിരുന്നു. ഫെബ്രുവരി 6 വരെയുള്ള കണക്ക് മാത്രമേ ഉള്ളൂ. 17,998 ഇപ്പം നിലവിലുള്ളത്. ഇനിയൊരു 35,000 കൂടെ വരും. അപ്പോൾ എത്രയായി? ഏതാണ്ട് 55,000. അമിത്ഷാ വേറൊരു കാര്യം കൂടെ പറഞ്ഞു. ഇന്ത്യയിലെ പാക്സിൻ്റെ ഭാരവാഹികളെ വിളിച്ചിട്ട്, പാക്സ് എന്താ? പ്രൈമറി അഗ്രികൾച്ചർ ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി. 68,000 ഉണ്ട് ഇന്ത്യയിൽ. ഈ 68,000 സഹകരണ സംഘങ്ങൾക്കും ജനൌഷധി കേന്ദ്രങ്ങൾ ആരംഭിക്കാനുള്ള ലൈസൻസ് കൊടുത്തു. ഞാനിത് പറയാൻ കാരണം ഭാവിയിൽ നമ്മുടെ രാജ്യത്തുണ്ടാകാൻ പോകുന്ന തൊഴിൽ നഷ്ടമാണ്. ഈ 68,000-ഉം 35,000-ഉം നിലവിലുള്ള 17,000 കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ഏതാണ്ട് 1.25 ലക്ഷമായി അല്ലേ? 1.25 ലക്ഷം വരുന്ന ജനൌഷധി കേന്ദ്രങ്ങൾ രാജ്യത്തിൻ്റെ മുക്കിലും മൂലയിലും വന്നു കഴിഞ്ഞാൽ ഇന്ന് ഇന്ത്യ രാജ്യത്തിലുള്ള 8.5 ലക്ഷം മെഡിക്കൽ ഷോപ്പുകൾ അടച്ചുപൂട്ടലിൻ്റെ വക്കിലോട്ട് പോകും. അതൊരു ഭാഗത്ത്. മറ്റൊരു ഭാഗത്തോ ജനൌഷധി കേന്ദ്രങ്ങളിലൂടെ വിറ്റഴിക്കുന്ന മരുന്നുകളുടെ ഗുണനിലവാരം നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഇന്ത്യയിലെ പൊതുമേഖലയിലുള്ള ഔഷധ കമ്പനികളിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന മരുന്നുകളാണ് പ്രൊക്യൂർ ചെയ്യേണ്ടതെന്ന് ഗവൺമെൻറ് ഒരു ഭാഗത്ത് പറഞ്ഞതെല്ലാം തന്നെ ഇല്ലാതാക്കി പ്രൈവറ്റ് കമ്പനികളുടെ മരുന്നാണ് ഇപ്പോൾ ജനൌഷധി കേന്ദ്രങ്ങളിലൂടെ വിൽപ്പന നടത്തുന്നത്. അപ്പോൾ ഇതാരെ സഹായിക്കാനാണ്? നേരത്തെ ഇവിടെ 2 പ്രഭാഷകരും പറഞ്ഞതുപോലെ ആരോഗ്യരംഗത്തെ പൂർണ്ണമായും സ്വകാര്യവൽക്കരിക്കുന്നതിൻ്റെ മറ്റൊരു ഭാഗമാണ് ആരോഗ്യരംഗം. ഔഷധരംഗമില്ലാതെ പരസ്പര പൂരിതമാകില്ല. ആരോഗ്യരംഗത്തെ സ്വകാര്യവൽക്കുന്നതിനോടൊപ്പം തന്നെ ആരോഗ്യരംഗത്ത് ചികിത്സക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഔഷധങ്ങളും അതുപോലെ തന്നെ ചികിത്സാ ഉപകരണങ്ങളും. GSTയുടെ കാര്യത്തിൽ ഞാൻ പറഞ്ഞപ്പോൾ 0% ചികിത്സാ ഉപകരണങ്ങൾ തൊടുന്നേയില്ല കേട്ടോ. നാഷണൽ ലിസ്റ്റ് ഓഫ് എസൻഷ്യൽ മെഡിസിൻ എന്ന് പറഞ്ഞ് വില നിയന്ത്രണം കൊണ്ടുവന്നത് ഇന്ത്യ രാജ്യത്ത് വിൽപ്പന നടത്തുന്ന മരുന്നുകളുടെ 16% മാത്രമേ വരുന്നുള്ളൂ. എന്ന് പറഞ്ഞാൽ 84% മരുന്നുകൾക്കും വില നിയന്ത്രണമില്ല, ചികിത്സാ ഉപകരണങ്ങൾക്കും വില നിയന്ത്രണമില്ല. ഞാൻ കൂടുതലായിട്ട് ദീർഘിപ്പിക്കുന്നില്ല. ഇനിയും എൻ്റെ പ്രതികരണങ്ങളൊക്കെ വരാനുണ്ട്. മറ്റൊരവസരത്തിൽ എനിക്ക് പരിശുദ്ധനോട് അഭ്യർത്ഥിക്കാനുള്ള ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. ഈ വിഷയത്തിൻ്റെ വഴി ഇവിടെ പറഞ്ഞിരിക്കുന്ന എല്ലാ വിഷയത്തിൻ്റെ മേളിലും ദീർഘമായിട്ടുള്ള പ്രസൻറ്റേഷനും ചർച്ചയുടെയും ആവശ്യമുണ്ട്. AMSRA ഇലക്ഷൻ കഴിഞ്ഞ ഉടനെ തന്നെ ഇപ്പോൾ തന്നെ അഖിലേന്ത്യാടിസ്ഥാനത്തിൽ FMRA നടത്തിക്കൊണ്ടിരിക്കുകയാണ് പ്രചരണ ജാഥകൾ. ഔഷധ മേഖലയിൽ നിങ്ങളിവിടെ പറഞ്ഞിരിക്കുന്ന ഇതേ കാണാപ്പുറങ്ങളെക്കുറിച്ചുള്ള നിരന്തരമായിട്ടുള്ള ക്യാമ്പയിൻ റോഡുകളിലൂടെ മൈക്ക് കെട്ടി പ്രസംഗിക്കാൻ വേണ്ടി നമ്മുടെ സംഘടന തീരുമാനിച്ചു. അഖിലേന്ത്യയിൽ അത് നടന്നുകൊണ്ടേയിരിക്കുന്നു. ഇപ്പോൾ ഞാനും കൃഷ്ണാനന്ദൻ്റെ ഇപ്പോൾ സംഘടനാ കമ്മിറ്റി കഴിഞ്ഞ് ഞാൻ നേരത്തെ കൃഷ്ണാനന്ദ ഇപ്പോൾ വന്നിട്ടേ ഉള്ളൂ. ഞങ്ങളൊക്കെ അവിടെ ഇരുന്ന് ചർച്ച ചെയ്ത വിഷയം തന്നെയാണ്. വരും നാളുകളിൽ എല്ലാ മുക്കിലും മൂലയിലും ഔഷധങ്ങളുടെയും ആരോഗ്യരംഗത്തെയും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഈ സ്വകാര്യവൽക്കരണത്തോടുള്ള ഈ പ്രേമമുണ്ടല്ലോ, ആ പ്രേമത്തെ എക്സ്പോസ് ചെയ്യുന്നതിന് നമ്മുടെ സംഘടന തീരുമാനിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഒരു അഭ്യർത്ഥനയും കൂടിയുള്ളത്, മുൻകാലങ്ങളിൽ എന്ന പോലെ AMSRAയും ശാസ്ത്ര സാഹിത്യ പരിഷത്തുമായിട്ടുള്ള യോജിച്ച പ്രക്ഷോഭങ്ങളും യോജിച്ച പരിപാടികളുടെയും എണ്ണം വർദ്ധിപ്പിക്കണം എന്നൊരു അഭ്യർത്ഥനയും കൂടെ വെച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഭാഷണം അവസാനിപ്പിക്കും.